നഴ്സുമാരുടെ ഇത്തവണത്തെ സമരം ആശുപത്രികൾ എങ്ങനെ ബാധിക്കുന്നു നമ്മൾ കണ്ടതാണ്. പലയിടത്തും അത്യാഹിത വിഭാഗത്തിൽ പോലും നഴ്സുമാരില്ലാത്തൊരു സാഹചര്യം എങ്ങനെയുണ്ടെന്നുണ്ട്. ഈ മാനേജ്മെൻറ്റുകൾക്ക് കൂടി പറയാനുള്ളത് കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മളോട് നിൽക്കുന്നത് ഇക്കറ ആശുപത്രിയിലാണ്. ഇക്കറയെ സംബന്ധിച്ചോളം ചാരിറ്റി ബേസ് ചെയ്ത് പല സഹായങ്ങളും ജനങ്ങൾക്ക് പരമാവധി തുക കുറച്ചുകൊണ്ട് ചികിത്സകൾ ചെയ്യുന്ന സംവിധാനമാണ്. ഇത്തരം ആശുപത്രികൾ എങ്ങനെ കുറച്ചുകൂടി ബാധിക്കും എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇക്കറയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ PC അൻവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വേതന ആവശ്യപ്പെട്ടുള്ള സമരം നടക്കുന്നുണ്ട്, ഒരു വശത്ത് നടക്കുന്നുണ്ട്, ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ആശുപത്രികളെ ശരിക്കും എങ്ങനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്? ഇക്ര ആശുപത്രിയുടെ ഫങ്ഷൻ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആണ്. സാധാരണ നമ്മൾ സമരത്തിൽ കാണാവുന്നത് അത്യാഹിത വിഭാഗങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ സംവിധാനങ്ങൾ നടക്കുന്നൊരവസ്ഥ എല്ലാ സമരങ്ങളിലും ഉണ്ടാവാറുണ്ട്. അത് പൊതുസമരങ്ങളിലാണെങ്കിലും തൊഴിലാളി സമരങ്ങളിലാണെങ്കിലും അത്യാഹിത വിഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളൊരു സമരത്തെ പറ്റിയിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ദൗർഭാഗ്യകരമായി ഈ സമരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഫിനോടും തൊഴിലാളികളോടും നഴ്സുമാരോടൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ട് വളരെ ഒന്നിച്ചു പോകുന്ന ഒരു ടീമാണ്. എന്നാൽ ഈ സമരത്തിൽ അവർക്കും നമ്മളോടുള്ള ബഹുമാനവും കാര്യങ്ങളും അങ്ങനെ തന്നെ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ജീവൻ കൊണ്ട് വിലപേശുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിന്നിരിക്കുന്നത്. കാരണം കാഷ്വാലിറ്റിയിലേക്ക് ഒരു പേഷ്യൻ്റ് വരുന്നു, അവരെ പരിചരിക്കാൻ നേഴ്സില്ല, അവർ BP ഇല്ല, പൾസില്ല, ശ്വാസം മുട്ടുന്നൊരവസ്ഥയിൽ നേഴ്സില്ലാതെ അവരെ പരിചരിക്കാൻ കഴിയില്ല. അവരുടെ ജീവൻ വെച്ചുകൊണ്ട് ഞങ്ങളിവിടെ ജോലിക്ക് വരില്ല അതെന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത, കേട്ടുകേൾവിയില്ലാത്ത ഒരു സമരമുറയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളൊരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു NGO, JDT ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി എന്ന് പറഞ്ഞ NGO നടത്തുന്ന ഒരു ആശുപത്രി എന്ന നിലയിൽ ജനങ്ങളോടുള്ള ബാധ്യത നിലനിർത്താൻ കഴിയാത്ത പ്രയാസത്തിൽ നമുക്ക് ഇതിനെ ഒരു തരത്തിലും ഈ അത്യാഹിത വിഭാഗങ്ങളെയും ലേബർ റൂം അല്ലെങ്കിൽ എമർജൻസി കാഷ്വാലിറ്റി, കിഡ്നി രോഗികൾ, ഒരുപാട് രോഗികളുള്ളൊരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ഡയാലിസിസ്, അവർക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വന്നിട്ട് പൾമറേഡി പോലെ ശ്വാസം മുട്ടി ശ്വാസം കിട്ടാതെ വരുന്ന രോഗികൾ വരുമ്പോൾ അവരെ നമുക്ക് ചികിത്സിക്കാൻ കഴിയില്ല, ഞങ്ങൾ ചികിത്സയ്ക്ക് എടുക്കില്ല എന്ന് പറയുമ്പോൾ അതിനൊരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. അത് ഞങ്ങളെ എത്തിക്സിനെതിരാണ്, അതിനെ ന്യായീകരിക്കാനും കഴിയില്ല. ഞങ്ങൾ അവരോട് വളരെ സൗമ്യമായിട്ടും വളരെ നന്നായിട്ടും അവർ തിരിച്ചു വരണമെന്നും അറ്റ്ലീസ്റ്റ് ഈ രോഗികളെങ്കിലും ചികിത്സിക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് പറയുകയും വേണ്ടി വന്നാൽ അത്തരം രോഗികൾ അവർ സമരത്തോടു കൂടി തന്നെ പരിഹരിക്കുകയാണെങ്കിൽ ആ രോഗികളിൽ നമ്മൾ ഫ്രീ ആയി സൗജന്യമായി ഞങ്ങൾ കോവിഡിലൊക്കെ ചെയ്തതുപോലെ സൗജന്യമായി ഇവർക്ക് ചികിത്സ നൽകാം എന്ന് പോലും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നത്തെ അവസ്ഥയിൽ അത് ഫങ്ഷൻ ചെയ്യാത്തൊരവസ്ഥയാണ് നമുക്കുള്ളത്. സമരത്തിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് വേതന വർധനമാണ്. അത് ഇത്രയും വലിയ വേതന വർദ്ധിക്കുമ്പോൾ ഈ ഇക്രേനെ പോലെ ചാരിറ്റി ബേസിൽ നടത്തുന്ന സ്ഥാപനങ്ങളെ അത് ശരിക്കും ജനങ്ങളിലേക്കല്ലേ അതിൻ്റെ ഭാരം വരിക? തീർച്ചയായിട്ടും നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ മിനിമം വേജസ് സത്യത്തിൽ അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തതാണെങ്കിൽ പോലും അത് പ്രകാരമുള്ള വേജ് അതിനേക്കാൾ കൂടിയ ഇടക്കാല അലവൻസോട് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. 32,000 ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് നഴ്സിന് 32,000 മുകളിൽ സാലറി, ഇവർ ആവശ്യപ്പെടുന്ന 40,000 മുകളിൽ സാലറി വാങ്ങുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഗവൺമെൻറ് ഒരു കരട് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. അത് 2 മാസത്തിനകം നിയമമാവാൻ സാധ്യതയുണ്ട്. അത് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, നിയമപരമായി ചെയ്യാമെന്നും അവരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അവർ ഒരു പിടിവാശിയിൽ ഇപ്പോൾ അവർ 40,000 അടിസ്ഥാന വേതനം എന്നുള്ള ഒരു പിടിവാശി അത് തുടക്കക്കാർക്ക് തന്നെ വേണമെന്നുള്ള രീതിയിലുള്ള ഒരു സംഗതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് പ്രയാസകരമാകും. അങ്ങനെ ഒരു തീരുമാനമെടുക്കൽ ആത്മഹത്യാപരമായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തോട് ഇങ്ങനെ ഈ ഒരു സമീപനം എടുക്കേണ്ടി വരുന്നത്. കൂടുന്ന സ്വാഭാവികം ജനങ്ങളുടെ കോസ്റ്റിൽ കൂടുകയല്ലേ ചെയ്യുക? തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ ബില്ലിൽ ഒരു നയാ പൈസ കൂടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഗവൺമെൻറ് സബ്സിഡിയോ വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. രോഗികളിൽ നിന്ന് കിട്ടുന്ന കാശിൽ നിന്ന് തന്നെ ഇത് മാനേജ് ചെയ്യേണ്ടി വരും. നമ്മുടെ ആശുപത്രിയുടെ മൊത്ത വരുമാനത്തിൻ്റെ 50% പോകുന്നത് സാലറിയിലേക്കാണ്. അപ്പോൾ സാലറിയിൽ വർധന വരുമ്പോൾ രോഗികളുടെ ബില്ലിൽ വർധനവുണ്ടാകും. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ആശുപത്രി അല്ലെങ്കിൽ എളിയ ചാർജ് വാങ്ങുന്ന ആശുപത്രി എന്നുള്ള നിലയിൽ നിന്ന് ഒരു വലിയ വൻകിട കോർപ്പറേറ്റ് ആശുപത്രികളുടെ രീതിയിലേക്ക് ഒരു പക്ഷേ ഇക്കറക്കും പോകേണ്ടി വന്നേക്കും. അത് വലിയ സാമൂഹിക പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് സാധ്യമല്ല ഇക്കറെ സംബന്ധിച്ച്. തീർച്ചയായും നഴ്സുമാരുടെ സമരം വേതന സംബന്ധിച്ചുള്ള സമരം ഒരു തള്ളിപ്പറയില്ല. അതേസമയം ഇത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് മറ്റ് സ്ഥലങ്ങളിൽ? അതോടൊപ്പം തന്നെ സർക്കാർ ഒരു കരട് മുന്നോട്ട് വെച്ചിരിക്കെ അതിനുള്ള സാവകാശം ആശുപത്രികൾക്ക് കൂടെ നൽകണമെന്നുള്ള ആവശ്യം കൂടിയാണ് ഉന്നയിക്കുന്നത്. നിഖിൽ കൃഷ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.